പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും ചില നാളുകൾക്ക് ശേഷമാണ് ഒരു സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. നാം എല്ലാവരും ഇരുളിനെ അഭിമുഖീകരിച്ചവരും വെളിച്ചത്തെ ആഗ്രഹിച്ചിട്ട് യാത്ര ചെയ്യുന്നവരുമാണ്. ഇരുളിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ട് വെളിച്ചം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നാം ലോകത്തെല്ലായിടവും തീർത്ഥാടനം ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്ന ഇരുളും വെളിച്ചവും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രകൃതിപരമായിരിക്കുന്ന ഇരുളിനെയും വെളിച്ചത്തെക്കുറിച്ചല്ല പറഞ്ഞത്. നാം അങ്ങനെ പല അനുഭവങ്ങൾ ഇരുളിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഇരുളിൻ്റെ അവസ്ഥ നമുക്കൊരിക്കലും ഇഷ്ടമല്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വന്ന് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നതിന് മുമ്പ്, വഴിവിളക്കില്ലാത്ത കാലഘട്ടങ്ങളിൽ കൂരാക്കൂരിട്ടിൽ നാം പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്. ഭയത്തിൻ്റെ അഗാധമായ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്. ഞാനിവിടെ സംസാരിക്കുന്ന അതല്ല. എന്നാൽ മനുഷ്യൻ ഇരുളിൽ ആണ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ വെളിച്ചവുമില്ല. വെളിച്ചം ലഭിക്കും എന്ന് വെച്ചാൽ മനസമാധാനം, സന്തോഷം, സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ച് അവൻ വെളിച്ചത്തെ അന്വേഷിച്ച് താൻ അധ്വാനിക്കുന്ന സമ്പത്ത് കൊണ്ട് തീർത്ഥാടനങ്ങളൊക്കെ ചെയ്ത് വെളിച്ചം അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തികളിലേക്ക് നാം പരിശോധിച്ച് നോക്കിയാൽ മതങ്ങളുടെ പേരിലും മാർഗത്തിൻ്റെ പേരിലും മനുഷ്യൻ്റെ പേരിലും വെളിച്ചത്തിൻ്റെ ആയിരിക്കുന്ന മനുഷ്യന്മാർ, വെളിച്ചത്തിലായിരിക്കേണ്ട മനുഷ്യന്മാർ ഇരുളിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഒരു ശരീരം, ഒരു രക്തം, ഒരു ജീവനായിരിക്കുന്ന സകല മനുഷ്യരെയും തച്ചുടച്ച് കൊന്ന് ഈ ലോകത്തിൽ ഇരുളിൻ്റെ പ്രവൃത്തിയിൽ കൂടെ മാനവജാതികളെ നശിപ്പിക്കുന്ന പ്രവണതയിൽ കൂടിയല്ലേ ഞാൻ നിങ്ങളിന്ന് കടന്നു പോകുന്നത്. ലോകത്തിൽ എവിടെ നോക്കിയാലും ലഹരിയും മദ്യപാന വെറിക്കുത്ത് മദിരാശികൾ കൂടെ മനുഷ്യൻ ഇരുളിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവനായിരിക്കുന്ന ജീവനെ അപഹരിച്ചുകൊണ്ട് മാനവജാതികളെ സകല മനുഷ്യനും ഇരുളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരുളിൻ്റെ സമാപ്തിയായിരിക്കുന്ന പിശാചിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന നരകം എന്ന ആ അഗാധമായ ഇരുളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ പണത്തിനും മറ്റ് മാർഗങ്ങൾ, മറ്റ് പദവികൾക്കും വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ഹീനമായ പ്രവൃത്തികൾ ചെയ്ത് കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഇരുളിൽ നടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഇഹലോകത്തിൽ വെളിച്ചത്തിൻ്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന അനേക വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടും ഒരു മനുഷ്യനെ പോലും ഇരുളിൽ നിന്ന് രക്ഷിച്ച് മദ്യവിമുക്തരാക്കുകയോ മദിരാശി വിമുക്തരാക്കുകയോ കൊലപാതകങ്ങളിൽ നിന്ന് രക്ഷിക്കുകയോ ചെയ്യുന്ന പ്രവണത നമുക്കിന്ന് കാണുവാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ രാജ്യങ്ങളും അധികാരികളും മതമേധാവിത്വം നോക്കുമ്പോൾ അവർ അക്രമങ്ങളിൽ കൂടെ മറ്റ് പല മാർഗങ്ങളിൽ കൂടെ മനുഷ്യനെ ഇരുളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇരുളിൻ്റെ മാർഗത്തിലേക്ക് നടന്ന് കുടുംബവും കൊന്നടങ്കം പൂർണ്ണമായിട്ട് ഇരുളിൽ അകപ്പെട്ടുകൊണ്ട് കുടുംബസ്ഥരെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കല്ലേ പോകുന്നത്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ അപ്രകാരമല്ലാതെ അന്ധതയിലിരുന്ന ഇരുളിലിരുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഇഹലോകത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിരുന്നു. അത് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തു ഇരുളിലേക്ക് വന്ന് ഇരുളിലായിരുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ച് സകല മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരകനായി ക്രൂസിൽ പൂർണ്ണമായി സമർപ്പിതനായി അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ പരിഹാര മാർഗവുമായി കടന്നു വന്ന രേഖകളെ പരിശോധിക്കുവാൻ ഞാൻ നിങ്ങളോടുമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാവിന് എഴുതിയ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നാം ഒരു വാക്കും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, അതിനു മുമ്പേ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. ഈ യെശയ്യാവ് എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം BC 740, അതുപോലെ 680, BC 680 അദ്ദേഹം ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമായിരിക്കുന്ന യെശയ്യാ പുസ്തകം. ഈ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം നാം കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുസ്തകമായിട്ട് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു മാനവജാതികളെ രക്ഷിപ്പാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തുന്നതും യേശുക്രിസ്തു ആരായിരുന്നു, യേശുക്രിസ്തു ആരായിത്തീർന്നു, യേശുക്രിസ്തു ഇന്ന് ആരായിരിക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മാത്രമല്ല തമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശിച്ചു. അന്ധതമസ് എന്ന
പാപികൾ വസിക്കുന്ന ദേശത്ത് അവരുടെ മേൽ പ്രകാശിതമായി സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ രക്ഷയ്ക്ക് മാർഗമായിരിക്കുന്ന ഒരു വെളിച്ചമാണ് ഇവിടെ ഉദിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സൂര്യൻ എന്ന ആകാശ വെളിച്ചത്തെ കുറിച്ചല്ല പറഞ്ഞത്. സർവ്വലോകത്തെയും പാപങ്ങളുടെ അന്ധകാരമെന്ന അന്ധകാരമെന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന അത്ഭുത വെളിച്ചമെന്ന ലോകത്തെ സകലതും നിർമ്മിച്ചവനായിരിക്കുന്ന വെളിച്ചത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആ കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് അതിൻ്റെ 6-ാമത്തെ വേദഭാഗം കാണുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പദവിയെക്കുറിച്ച് അവിടെ താഴോട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് പറയാനൊക്കെ ആഗ്രഹിക്കുന്നു. സകല ലോക പാപികളായ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിശുദ്ധയായിരിക്കുന്ന മറിയ ഗർഭം ധരിക്കുന്നൊരവസ്ഥ. എന്താണ്? പുരുഷനെ അറിയാതെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയുടെ ഉദരത്തിൽ മാനവജാലന്റെ പാപത്തിന്റെ പകരക്കാരനായി ജനിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സകല ലോക മനുഷ്യനെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പേരിടുന്നത് മാത്രമല്ല, സകല ലോകരെയും അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വാഗ്ദത്തം നൽകിയ കർത്താവിനെയാണ് കാണുന്നത്. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്ഥാപകൻ പറയുന്ന ഇതാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ സകല ലോക പാപികളായ മനുഷ്യൻ പാപത്തിന്റെ പരിഹാരകനായി മാർഗത്തെ അന്വേഷിച്ച് വെളിച്ചത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ കാൽവരി ക്രൂശിൽ തൂക്കപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് യോഹന്നാൻ സ്ഥാപകൻ പറയുന്നു. ഈ യോഹന്നാൻ സ്ഥാപകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വേദഭാഗത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവ് ഒരു ജീവനായിരുന്നവൻ സകല മനുഷ്യൻ്റെ വെളിച്ചത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ വെളിച്ചമായിട്ട് ഭൂമിയിലേക്ക് വന്നു. വെളിച്ചമായി വന്ന് ഇരുളിനിടയിലേക്ക് വെളിച്ചമായിട്ട് വന്ന കർത്താവ് ആ ഇരുളോ അവനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം ഇരുളിനെ ജയിച്ച ഒരു കർത്താവ്. കർത്താവിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പല ആവർത്തി പിശാച് ശ്രമിച്ചിരുന്നു. ദൈവത്തിൽ കൂടെ പിശാച് ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും പിശാചിന് ജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഒടുവിൽ പീലാത്തോസിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴും കർത്താവിനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു ഊനവുമില്ലാത്ത ഒരു പാപവുമില്ലാത്ത യേശു കർത്താവ് ആ പീലാത്തോസിന്റെ അകത്തളത്തിൽ ചെന്നെത്തുന്നതിന് മുമ്പ് 13.5 വർഷത്തോളം കാലം ലോക ജനങ്ങളാൽ അവന് ഇരുള് ലേശമുണ്ടോ എന്ന് പരിശോധിച്ച് കടന്നു പോകുമ്പോഴും ഒരു മനുഷ്യന് പോലും ഒരു കുറ്റമോ ഒരു കുറവോ കാണാൻ കഴിയാതെ ആ കർത്താവിൻ്റെ നീതി വിശുദ്ധിയിൽ അവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുകൊണ്ട് പല കള്ളസാക്ഷികൾ നിർത്തിക്കൊണ്ട് ഇവൻ്റെ കുറ്റങ്ങളെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും അമ്പേ ഇരുളിൻ്റെ പ്രവൃത്തി പരാജയപ്പെടുത്തിക്കൊണ്ട് ഇരുളിൽ നിന്ന് പ്രകാശിതനായി തീർന്ന പ്രകാശത്തിൽ ജ്വലിച്ചവനായി കർത്താവ് ശിക്ഷ ഏറ്റുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ പാപം ചെയ്യാതെ സകല ലോക മാനവജാതികളുടെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ വേണ്ടി അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തെ കൊണ്ടുവരാൻ വേണ്ടി ആ കർത്താവ് കാൽവരി ക്രൂശിലേക്ക് സകല കഷ്ടങ്ങളും സഹിച്ച് പീലാത്തോസിന്റെ അകത്തളത്തിൽ ഏകദേശം 600 ക്രൂരമായ പടയാളികളാൽ ഉപദ്രവിക്കപ്പെട്ട് തൻ്റെ ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ പൂർണ്ണമായി തകർക്കപ്പെട്ട് സകല ലോക മാനവജാതികളെ അവരുടെ ഇരുളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി അവനെല്ലാം പൂർണ്ണമായിട്ട് അനുഭവിച്ച് തൻ്റെ ശരീരത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ട് അവൻ്റെ അവസാനത്തുള്ള രക്തം ഊറ്റിക്കൊടുക്കുവാൻ തക്ക മനസ്സായിക്കൊണ്ട് ആ പാപത്തിൻ്റെ ഭാരമായ കാൽവരി ക്രൂശിൻ ചുമന്നുകൊണ്ട് ഗോൽഗോത്താ മലയിലേക്ക് കടന്നു പോകുന്ന കർത്താവിനെയാണ് കാണുവാൻ കഴിയുന്നത്. കാൽവരി ക്രൂശിലേക്ക് ഗോൽഗോത്താ മലയിലേക്ക് കൊണ്ടുപോയി കർത്താവിനെ കാൽവരി ക്രൂശിൽ കൈകാലുകൾ കെട്ടപ്പെട്ടവനായി 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും അവനത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞില്ല, ഞാൻ ചെയ്ത എന്തെന്ന് ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതെ പൂർണ്ണമായി സമർപ്പിതനായി കാൽവരി ക്രൂശിൽ സകല ലോക മനുഷ്യന്റെ ഇരുളിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ മനസ്സായവനായാലും അവൻ സമർപ്പിക്കപ്പെട്ട് ആ കാൽവരി ക്രൂശിൽ പൂർണ്ണമായിട്ട് മരണം വരിച്ച് തൻ്റെ അവസ്ഥാനത്തുള്ള രക്തം വരെ ഊറ്റിക്കൊടുത്ത് സകല ലോകത്തെയും രക്ഷിപ്പാൻ അവൻ ഇരുളിലേക്ക് വന്നു. ഇരുളോ അവനെ പിടിച്ചടക്കാൻ കഴിയാതെ വണ്ണം അവൻ ഇരുളിനെ തോൽപ്പിച്ചുകൊണ്ട് പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് സകല ലോകത്തിനും എന്താ പറഞ്ഞത് അന്ധതമസ്സിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു പ്രകാശമായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്.
ഇതുപോലെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുവാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ മതമേലാധികാരികൾക്കോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങൾക്കോ അത് അനേക മഹാന്മാരുണ്ട്. ഉലക മഹാന്മാർ ഈ ഭൂപ്രപഞ്ചത്തിൽ ജനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആർക്കെങ്കിലും പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്? ലോകത്തിൻ്റെ മൊത്തം രാജാവാകുവാൻ വേണ്ടി ഒരുവൻ ഇറങ്ങി പുറപ്പെട്ട് നമുക്കറിയാവുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പല രാജ്യങ്ങളും കീഴ്പ്പെടുത്തി യാത്ര ചെയ്തു. പക്ഷെ ഒരിക്കലും ലോകത്തിൻ്റെ രാജാവാകുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചവർ ആർക്കും അത് സാധ്യമായിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. സകല ലോകത്തെയും അവർ അന്ധകാരന് രക്ഷിപ്പാ ഈ ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ആകാശത്തിനും മനുഷ്യരുടെ ഇടയിലും നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അരിമത്തിലെ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടക്കപ്പെട്ട് അവൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. എങ്ങനെ? ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ 3 നാൾ കൊണ്ട് പണിയും. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിശാചിന്റെ തലയെ തകർത്ത് സകല അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യർക്കും അത്ഭുതകരമായ പ്രകാശം അവൻ വാഗ്ദാനം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുവാൻ മാർഗം കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ആരും ആകട്ടെ, നിങ്ങൾ എത്ര വലിയ കൊടിയ പാപികളാകട്ടെ, നിങ്ങൾ എന്ത് ക്രൂരത ചെയ്തതാകട്ടെ, പക്ഷേ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ അവന് മനസ്സാണ്. നിങ്ങൾക്ക് മനസ്സാണ്, കർത്താവെ ഞാനൊരു പാപിയാണ്, അങ്ങ് എൻ്റെ പാപത്തിൻ്റെ പകരക്കാരനായി എൻ്റെ അന്ധകാരത്തിൽ തന്നെ രക്ഷിപ്പാൻ ഈ ഇരുളിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി വെളിച്ചമായി തീർന്ന് ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന ഇന്നും എന്നേക്ക് ജീവിക്കുന്ന വെളിച്ചമാണെന്ന് പറയുവാൻ നിങ്ങൾക്കറിയുമോ? ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കില ചോരയാൽ നിങ്ങളുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കേണ്ടതിന് വേണ്ടി അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം മതിയായത്. കർത്താവിൻ്റെ രക്തത്താൽ സകല അനുഗ്രഹങ്ങളും ലഭിക്കും. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എത്ര വലിയ ക്രൂരനായിരുന്നാലും എത്ര ദേശദ്രോഹിയായിരുന്നാലും നിങ്ങൾ നല്ലൊരു വ്യക്തിയായി തീരും. ഈ കർത്താവിനെ അനുഗമിച്ചവരാരും പിന്നെ ഇരുളിൽ നടന്നിട്ടില്ല. കർത്താവിനെ അനുഗമിച്ചവരെല്ലാവരും, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവർ വെളിച്ചത്തിൽ നടക്കുന്നവരും വെളിച്ചത്തിൻ്റെ സ്വഭാവമുള്ളവരും സമൂഹത്തെ സ്നേഹിക്കുന്നവരും നല്ല വ്യക്തിത്വങ്ങളായി മതങ്ങളാൽ തല്ലിപ്പൊളി ഉണ്ടാക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ പ്രവൃത്തികളല്ല. അവർ സമൂഹത്തിന് മുമ്പാകെ ഒരു വെളിച്ചമായി തീരുവാൻ കഴിയും. അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വേദഭാഗം കർത്താവ് പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുപോലെ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്നവർ ഒരിക്കലും പിന്നെ ഇരുളിൽ നടക്കാതെ ലോകത്തിൽ അവർ വെളിച്ചമായി കർത്താവിനെ വെളിപ്പെടുത്തുന്നവരും അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കണമല്ലോ. അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് നിങ്ങളെയും പ്രകാശത്തിലാക്കുവാൻ മതിയായവനാണ്. ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. കർത്താവെ, ഞാനൊരു പാപിയാണ്, അങ്ങ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഭൂമി വന്നു, എനിക്ക് വേണ്ടി മരിച്ചു കിടക്കുന്നു, ജീവിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമേ. ഞാൻ വെളിച്ചത്തിൽ ജീവിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ വരവ് ഏത് നിമിഷം സംഭവിക്കും, അതിനായി ഞാൻ കാത്തിരിക്കുവാൻ കൊണ്ട് എന്നെ സഹായിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ടവർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് നിങ്ങൾക്കൊരു സന്തോഷവും അനുഗ്രഹവുമായിരിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.